നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കാൻ വേണ്ടത് 2 രേഖകൾ മാത്രമാണ്. കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷികാവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൗൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ, പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽപ്പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ, ടിഷ്യൂ കൾച്ചർ, സസ്യകൂൺ നഴ്സറികൾ, മത്സ്യ ഫാമുകൾ, ചീനവല, ക്ഷീരസഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൗസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് കണക്ഷൻ ലഭ്യമാണ്. ഉഷ്ണതരംഗം. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരിടുന്ന ജീവഹാനിക്ക് നഷ്ടപരിഹാരം ലഭിക്കും. വേനൽക്കെടുതികൾക്ക് സമാശ്വാസമായി ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമാണ് ധനസഹായം അനുവദിക്കുക. സർക്കാർ മൃഗാശുപത്രികൾ വഴിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷ്യപത്രവും ഉറപ്പായും നൽകണം. മൃഗപരിപാലകർക്ക് ഇൻഷുറൻസ് മുഖാന്തരമുള്ള നഷ്ടപരിഹാരത്തിനും അർഹതയുണ്ട് എന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. മൃഗസംരക്ഷണം. കന്നുകാലികളിൽ അന്തരീക്ഷ ഊഷ്മാവ് അധികമാവുമ്പോൾ കൂടുതലായി അനുഭവപ്പെടുന്ന ചൂട് പുറന്തള്ളാൻ കഴിയാതെ ശരീരത്തിൽ തന്നെ അവശേഷിക്കുന്നത് വഴി മൃഗങ്ങളുടെ ശരീരം താപസമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു. പശുക്കളിൽ അമിതമായ താപസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഉമ്മുനീര് ധാരാളമായി പുറന്തള്ളും. പശുക്കളുടെ സ്വാഭാവിക ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും തുടർന്ന് തീറ്റയെടുക്കൽ കുറയുക, പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുക, ഗർഭധാരണത്തെ ബാധിക്കുക, ഉൽപാദനം കുറയുക, പാലിന്റെ കൊഴുപ്പിന്റെ അളവ് കുറയുക എന്നിവയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും. തൊഴുത്തിന്റെ മേൽക്കൂര സാമാന്യം ഉയരത്തിലായിരിക്കണം. തൊഴുത്തിൽ ധാരാളം വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. ഇടുങ്ങിയ വായു സഞ്ചാരമില്ലാത്ത ഉയരം കുറഞ്ഞ കോൺക്രീറ്റ്, ഓട്, ഷീറ്റ് എന്നീ മേൽക്കൂരകളോട് കൂടിയ തൊഴുത്ത് മുഴുവൻ മറച്ച് തൊഴുത്തുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. തൊഴുത്തിനു ചുറ്റും തണൽ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ചൂട് കുറയ്ക്കുന്നതിന് സഹായിക്കും. തൊഴുത്തുകളിൽ ഫാൻ വെച്ച് കൊടുക്കാം. സീലിംഗ് ഫാനുകളേക്കാൾ ഗുണം ചെയ്യുക ചുമരിൽ പിടിപ്പിക്കാവുന്ന ഫാനുകളാണ്. ധാരാളം ശുദ്ധജലം എപ്പോഴും കുടിക്കാൻ ലഭ്യമാക്കണം. ശരീരഭാരത്തിന്റെ 60% ജലാംശമാണെന്നതും പാലിൽ ജലാംശം 80%-ത്തേക്കാൾ കൂടുതലാണെന്നതും മറക്കാതിരിക്കുക. എളുപ്പം ദഹിക്കുന്ന ഖരാഹാരത്തിന്റെ അളവ് കൂട്ടുക. ഇതോടൊപ്പം സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മാംഗനീസ്, കോപ്പർ എന്നിവ അടങ്ങിയ ധാതുലവണ മിശ്രിതം കൂടി നൽകുക. ദിവസത്തിൽ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ തീറ്റ കൊടുക്കുന്നത് ഒഴിവാക്കുക. പകൽ സമയങ്ങളിൽ തൊഴുത്തിനു വെളിയിലാണെങ്കിൽ മൃഗങ്ങളെ തണൽ മരങ്ങളുടെ ചുവട്ടിൽ നിർത്തുക. കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.